ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഒരു ക്ഷമാപണം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോകൾ വൈകുന്നതിനുള്ള കാരണം ഞങ്ങളുടെ അമ്മാമ്മ അസുഖബാധിതയായി ഇപ്പോൾ കിടപ്പിലാണ്. അപ്പോൾ ആയതിനാൽ അമ്മാമ്മയെ നോക്കാനായിട്ട് ഞങ്ങൾ കൊച്ചുമക്കളും മക്കളൊക്കെയാണ് ഇപ്പോൾ അമ്മാമ്മനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ നല്ലൊരു ഡിലേ വരുന്നത്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ അമ്മാമയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. സൗഖ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ പരമാവധി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ചോദ്യങ്ങളിലേക്ക് പോകാം. ലോഗോസ് ക്വിസ് 2025 പ്രഭാഷകൻ 48-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു മന്ന ക്വിസ് ഗൈഡ് ചാനൽ. ഈ അധ്യായത്തിൽ ഏലിയ, ഏലീഷ, ഹെസക്കിയ, ഏശയ എന്നീ 3 തലക്കെട്ടുകളാണ് ഉള്ളത്. ആകെ 25 വാക്യങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ഏലിയ എന്ന തലക്കെട്ടിന് കീഴിൽ 11 വാക്യങ്ങളും ഏലീഷ എന്ന തലക്കെട്ടിന് കീഴിൽ 5 വാക്യങ്ങളും ഹെസക്കിയ, ഏശയ എന്ന തലക്കെട്ടിന് കീഴിൽ 9 വാക്യങ്ങളുമാണ് കാണാൻ കഴിയുന്നത്. 73 ചോദ്യങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കിനി ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം. അപ്പോൾ ആദ്യത്തെ തലക്കെട്ടായ ഏലിയ. പ്രഭാഷകൻ 48-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങളാണ് നമ്മളിനി അടുത്തതായി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രഭാഷകൻ 48-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിലെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 1. ഏലിയ ആരായിരുന്നു? ഉത്തരം പ്രവാചകൻ. ചോദ്യം 2. പ്രവാചകനായ ഏലിയ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? ഉത്തരം അഗ്നി പോലെ. ചോദ്യം 3. പ്രവാചകനും അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടതും ആര്? ഉത്തരം ഏലിയ. ചോദ്യം 4. ഏലിയായുടെ എന്താണ് പന്തം പോലെ ജ്വലിച്ചത്? ഉത്തരം വാക്കുകൾ. ചോദ്യം 5. പൂരിപ്പിക്കുക. അവന്റെ വാക്കുകൾ ഡാഷ് ജ്വലിച്ചു. ഉത്തരം പന്തം പോലെ. അടുത്തതായി പ്രഭാഷകൻ 48-ാം അധ്യായം 2-ാം വാക്യത്തിലെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 6. ഏലിയ അവരുടെ മേൽ, അതായത് ജനത്തിന്റെ മേൽ എന്താണ് വരുത്തിയത്? ഉത്തരം ക്ഷാമം. ചോദ്യം 7. ഏലിയായുടെ തീഷ്ണതയിൽ അവർക്ക്, അതായത് ജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ഉത്തരം അവരുടെ എണ്ണം ചുരുങ്ങി. ചോദ്യം 8. ജനങ്ങളുടെ മേൽ ക്ഷാമം വരുത്തുകയും തീക്ഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുക്കുകയും ചെയ്തത് ആര്? ഉത്തരം ഏലിയ. പ്രഭാഷകൻ 48-ാം അധ്യായം 3-ാം വാക്യത്തിലെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചോദ്യം 9. ആരുടെ വാക്കുകൊണ്ടാണ് അവൻ, അതായത് ഏലിയ, ആകാശവാതിലുകൾ അടച്ചത്? ഉത്തരം കർത്താവിൻ്റെ. ചോദ്യം 10. കർത്താവിൻ്റെ വാക്കുകൊണ്ട് ഏലിയ എന്താണ് ചെയ്തത്? ഉത്തരം ആകാശവാതിലുകൾ അടച്ചു. ചോദ്യം 11. ഏലിയ എത്ര പ്രാവശ്യം അഗ്നിയിറക്കി? ഉത്തരം 3 പ്രാവശ്യം. പ്രഭാഷകൻ 48-ാം അധ്യായം 4-ാം വാക്യത്തിലെ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 12. പ്രഭാഷകൻ ആരെയാണ് അത്ഭുത പ്രവർത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ, അത്തരം പ്രവർത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട് എന്ന് പറയുന്നത് ആരെ? ഉത്തരം ഏലിയ. അടുത്തതായി പ്രഭാഷകൻ 48-ാം അധ്യായം 5-ാം വാക്യത്തിലെ ചോദ്യങ്ങൾ പരിചയപ്പെടാം. ചോദ്യം 13. അത്യുന്നതന്റെ വാക്കുകൊണ്ട് ഏലിയ എന്താണ് ചെയ്തത്? ഉത്തരം
മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. ചോദ്യം 14. അത്യുന്നതന്റെ വാക്കുകൊണ്ട് ഒരു ജഡത്തെ ഉയർപ്പിച്ചത് എവിടെ നിന്ന്? ഉത്തരം: മരിച്ചവരുടെ ഇടയിൽ നിന്ന്, പാതാളത്തിൽ നിന്ന്. ഇനി നമുക്ക് പ്രഭാഷകൻ 48-ാം അധ്യായം 6-ാം വാക്യത്തിലെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചോദ്യം 15. നാശത്തിലേക്ക് നയിക്കുന്നത് ആരെ എന്നാണ് പ്രഭാഷകൻ 48-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: രാജാക്കന്മാരെ. ചോദ്യം 16. പ്രസിദ്ധന്മാരെ എന്ത് ചെയ്യുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: കിടക്കയിൽ നിന്ന് താഴെ ഇറക്കുകയും ചെയ്യും. ചോദ്യം 17. രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കുകയും ചെയ്യുന്നത് ആരെ എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഏലിയ. അടുത്തായി നമുക്ക് പ്രഭാഷകൻ 48-ാം അധ്യായം 7-ാം വാക്യത്തിലെ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 18. എവിടെ വെച്ചാണ് ഏലിയ ഭീഷണികൾക്ക് ശ്രമിച്ചത്? ഉത്തരം: സീനായിൽ വെച്ച്. ചോദ്യം 19. ഹൊറേബിൽ വെച്ച് പ്രതികാരത്തിന്റെ എന്തിനാണ് ശ്രമിച്ചത്? ഉത്തരം: വിധികളും. ചോദ്യം 20. ആരാണ് സീനായിൽ വെച്ച് ഭീഷണികളും ഹൊറേബിൽ വെച്ച് പ്രതികാരത്തിന്റെ വിധികളും ശ്രവിച്ചത്? ഉത്തരം: ഏലിയ. ഇനി നമുക്ക് പ്രഭാഷകൻ 48-ാം അധ്യായത്തിലെ 8-ാം വാക്യത്തിലെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചോദ്യം 21. എന്തു ചെയ്യാൻ വേണ്ടിയാണ് രാജാക്കന്മാരെ അഭിഷേകം ചെയ്തത്? ഉത്തരം: ശിക്ഷ നടത്താൻ. ചോദ്യം 22. പ്രവാചകന്മാരെ അഭിഷേകം ചെയ്ത് എന്തിനാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: നിന്നെ പിന്തുടരാൻ. ചോദ്യം 23. ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും പിന്തുടരാൻ പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്തത് ആര്? ഉത്തരം: ഏലിയ. അടുത്തതായിട്ട് പ്രഭാഷകൻ 48-ാം അധ്യായം 9-ാം വാക്യത്തിലെ ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. ചോദ്യം 24. ആഗ്നേയ അശ്വങ്ങളെ ബന്ധിച്ച് രഥത്തിൽ എങ്ങനെയുള്ള ചുഴലിക്കാറ്റിലാണ് ഏലിയ സംവഹിക്കപ്പെട്ടത്? ഉത്തരം: അഗ്നിയുടെ. ഇനി നമ്മൾ കാണാൻ പോകുന്ന പ്രഭാഷകൻ 48-ാം അധ്യായം 10-ാം വാക്യത്തിലെ ചോദ്യങ്ങളാണ്. ചോദ്യം 25. എന്തിനൊക്കെ വേണ്ടിയാണ് നിശ്ചിത സമയത്ത് ഏലിയ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുള്ളത്? ഉത്തരം: 1. ദൈവത്തിന്റെ കോപം ആളിക്കത്തുന്നതിന് മുൻപ് അതിനെ തണുപ്പിക്കുന്നതിനും. 2. പിതാവിന്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും. 3. അങ്ങനെ യാക്കോബിന്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി. ചോദ്യം 26. ആരുടെ കോപം ആളിക്കത്തുന്നതിന് മുൻപ് അതിനെ തണുപ്പിക്കുന്നതിന് വേണ്ടി നിശ്ചിത സമയത്ത് ഏലിയ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുള്ളത്? ഉത്തരം: ദൈവത്തിന്റെ കോപം. ചോദ്യം 27. പിതാവിന്റെ ഹൃദയത്തെ ആരിലേക്ക് തിരിക്കുന്നതിന് വേണ്ടിയാണ് നിശ്ചിത സമയത്ത് ഏലിയ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്? ഉത്തരം: പുത്രനിലേക്ക്. ചോദ്യം 28. യാക്കോബിന്റെ ഗോത്രങ്ങളെ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് നിശ്ചിത സമയത്ത് ഏലിയ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്? ഉത്തരം: പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി. പ്രഭാഷകൻ 48-ാം അധ്യായം 11-ാം വാക്യത്തിലെ ചോദ്യങ്ങൾ കണ്ടാലോ? ചോദ്യം 29. ഏലിയായെ കണ്ടവരും അവന്റെ എന്തിന് പാത്രമായവരും അനുഗ്രഹീതർ എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: സ്നേഹത്തിന്
പാത്രമായവരും. ചോദ്യം 30. ഏലിയായെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ എന്തു ചെയ്യുമെന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: അവർ ജീവിക്കും. അടുത്തതായി ഏലീഷ എന്ന തലക്കെട്ടിന് കീഴിൽ വരുന്ന ചോദ്യങ്ങൾ കാണാം. പ്രഭാഷകൻ 48-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള 5 വാക്യങ്ങളിലെ ചോദ്യങ്ങളാണ് കാണാനായി പോകുന്നത്. പ്രഭാഷകൻ 48-ാം അധ്യായം 12-ാം വാക്യത്തിലെ ചോദ്യങ്ങൾ. ചോദ്യം 31. ഏലീഷായെ എന്താണ് വലയം ചെയ്തത്? ഉത്തരം: ചുഴലിക്കാറ്റ്. ചോദ്യം 32. ഏലീഷായിൽ അവന്റെ, അതായത് കർത്താവിന്റെ എന്ത് നിറഞ്ഞു? ഉത്തരം: ചൈതന്യം. ചോദ്യം 33. ജീവിതകാലത്ത് ഏലീഷ അധികാരികളുടെ മുൻപിൽ എന്ത് ചെയ്തില്ല? ഉത്തരം: ഭയന്ന് വിറച്ചില്ല. ചോദ്യം 34. ആരും അവനെ എന്തു ചെയ്തില്ല എന്നാണ് പ്രഭാഷകൻ 48-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം: അവനെ കീഴടക്കിയില്ല. പ്രഭാഷകൻ 48-ാം അധ്യായം 13-ാം വാക്യത്തിലെ ചോദ്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. ചോദ്യം 35. പൂരിപ്പിക്കുക. ഡാഷ് അവന് സാധ്യമായിരുന്നില്ല. ഉത്തരം: ഒന്നും. ചോദ്യം 36. മരിച്ചിട്ടും ഏലിയ എന്തു ചെയ്തു എന്നാണ് പ്രഭാഷകൻ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: പ്രവചിച്ചു. പ്രഭാഷകൻ 48-ാം അധ്യായം 13-ാം വാക്യത്തിലെ ചോദ്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. ചോദ്യം 37. ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ആര്? ഉത്തരം: ഏലീഷ. ചോദ്യം 38. ജീവിച്ചിരുന്നപ്പോൾ എന്ന പോലെ മരണശേഷവും ഏലീഷ എന്താണ് പ്രവർത്തിച്ചിരുന്നത്? ഉത്തരം: അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പ്രഭാഷകൻ 48-ാം അധ്യായം 15-ാം വാക്യത്തിലെ ചോദ്യങ്ങൾ. ചോദ്യം 39. ഏലീഷ മരണശേഷവും പ്രവചിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടും ഇതെല്ലാം കണ്ടിട്ടും ജനം എന്തു ചെയ്തില്ല? ഉത്തരം: അനുതപിച്ചില്ല. ചോദ്യം 40. ജനം എന്തിൽ നിന്ന് പിന്മാറിയില്ല? ഉത്തരം: പാപത്തിൽ നിന്ന്. ചോദ്യം 41. സ്വദേശത്ത് നിന്ന് അവരെ, അതായത് ജനത്തെ എങ്ങനെ പിടിച്ചുകൊണ്ടുപോയി? ഉത്തരം: അടിമകളായി. ചോദ്യം 42. പൂരിപ്പിക്കുക. അവർ ഭൂമിയിൽ എങ്ങും ഡാഷ്. ഉത്തരം: ചിതറി. ചോദ്യം 43. ജനത്തിൽ ആര് മാത്രം ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ അവശേഷിച്ചു? ഉത്തരം: ഒരു ചെറിയ ഗണം മാത്രം. അടുത്തതായിട്ട് പ്രഭാഷകൻ 48-ാം അധ്യായം 16-ാം വാക്യത്തിലെ ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. ചോദ്യം 44. ചിലർ ദൈവത്തിന് എങ്ങനെയുള്ളവരായി ജീവിച്ചു? ഉത്തരം: പ്രീതികരമായി. ചോദ്യം 45. പൂരിപ്പിക്കുക. മറ്റുള്ളവർ ഡാഷിൽ മുഴുകി. ഉത്തരം: പാപത്തിൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപായി ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത തലക്കെട്ടിന് കീഴിലുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം. അടുത്ത തലക്കെട്ട് ഹെസക്കിയ ഏശയ. പ്രഭാഷകൻ 48-ാം അധ്യായം 17 മുതൽ 25 വരെയുള്ള 9 വാക്യങ്ങളിലെ ചോദ്യങ്ങളാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത്. ഇനി നമുക്ക് പ്രഭാഷകൻ 48-ാം അധ്യായം 17-ാം വാക്യത്തിലെ ചോദ്യങ്ങളൊക്കെ കാണാം. ചോദ്യം 46. ആര് തൻ്റെ നഗരം
മതിലുകെട്ടി ഉറപ്പിച്ചു? ഉത്തരം ഹെസക്കിയ. ചോദ്യം 47. ഹെസക്കിയ നഗരത്തിൽ എന്തു കൊണ്ടുവരികയും ചെയ്തു? ഉത്തരം ജലം കൊണ്ടുവരികയും ചെയ്തു. ചോദ്യം 48. അവൻ എങ്ങനെ ജലം കൊണ്ടുവരികയും ചെയ്തു? ഉത്തരം 1. അവൻ ഇരുമ്പ് കൊണ്ട് പാറ തുരന്നു. 2. കുളങ്ങൾ കുഴിച്ചു. ഇനി നമുക്ക് പ്രഭാഷകൻ 48-ാം അധ്യായം 18-ാം വാക്യത്തിലെ ചോദ്യങ്ങൾ പരിചയപ്പെടാം. ചോദ്യം 49. ആരുടെ നാളുകളിൽ സെന്നാകെരീബ് രാജ്യം ആക്രമിച്ചു? ഉത്തരം ഹെസക്കിയ. ചോദ്യം 50. ഹെസക്കിയായുടെ നാളുകളിൽ സെന്നാകെരീബ് രാജ്യം ആക്രമിക്കുകയും ആരെ അയക്കുകയും ചെയ്തു? ഉത്തരം റബ്ഷക്കയെ. ചോദ്യം 51. ഹെസക്കിയ സീനായിക്കെതിരെ എന്തു ചെയ്തു? ഉത്തരം 1. കരമുയർത്തി. 2. അഹങ്കാര ജൽപ്പനം മുഴക്കി. അടുത്തതായിട്ട് പ്രഭാഷകൻ 48-ാം അധ്യായം 19-ാം വാക്യത്തിലെ ചോദ്യങ്ങൾ പരിചയപ്പെടാം. ചോദ്യം 52. ഹെസക്കിയ സീനായിക്കെതിരെ കരമുയർത്തുകയും അഹങ്കാര ജൽപ്പനം മുഴക്കുകയും ചെയ്തപ്പോൾ ജനത്തിന് എന്ത് സംഭവിച്ചു? ഉത്തരം ജനത്തിന്റെ ഹൃദയം കുലുങ്ങി, കരങ്ങൾ വിറച്ചു. ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ അവർ കഠിന വ്യധ്യാനം അനുഭവിച്ചു. ചോദ്യം 53. ആരെ പോലെയാണ് ജനങ്ങൾ കഠിന വ്യധ്യാനം അനുഭവിച്ചത്? ഉത്തരം പേറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ. ഇനി പ്രഭാഷകൻ 48-ാം അധ്യായം 20-ാം വാക്യത്തിലെ ചോദ്യങ്ങൾ കണ്ടാലോ? ചോദ്യം 54. ജനങ്ങൾ കൈകൾ ഉയർത്തി ആരെ വിളിച്ചപേക്ഷിച്ചു? ഉത്തരം കാരുണ്യവാനായ കർത്താവിനെ. ചോദ്യം 55. പരിശുദ്ധനായവൻ എവിടെ നിന്ന് അവരുടെ നിലവിളി തൽക്ഷണം ശ്രവിക്കുകയും ചെയ്തു? ഉത്തരം സ്വർഗത്തിൽ നിന്ന്. ചോദ്യം 56. ജനങ്ങൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ആര് വഴി അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു? ഉത്തരം ഏശയ്യാ വഴി. അടുത്തതായിട്ട് പ്രഭാഷകൻ 48-ാം അധ്യായം 21-ാം വാക്യത്തിലെ ചോദ്യങ്ങൾ. ചോദ്യം 57. കർത്താവ് ആരുടെ പാളയം തകർത്തു? ഉത്തരം അസീറിയക്കാരുടെ. ചോദ്യം 58. അവിടുത്തെ ദൂതൻ അവരെ, അതായത് അസീറിയക്കാരെ എന്തു ചെയ്തു? ഉത്തരം അവരെ മായ്ച്ചു കളഞ്ഞു. ഇനി പറയാൻ പോകുന്നത് പ്രഭാഷകൻ 48-ാം അധ്യായം 22-ാം വാക്യത്തിലെ ചോദ്യങ്ങൾ. ചോദ്യം 59. ഹെസക്കിയ ദൈവത്തിനു വേണ്ടി എങ്ങനെ പ്രവർത്തിച്ചു? ഉത്തരം പ്രീതികരമായി പ്രവർത്തിച്ചു. ചോദ്യം 60. ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനും ആയത് ആര്? ഉത്തരം ഏശയ്യാ പ്രവാചകൻ. ചോദ്യം 61. ആരുടെ പ്രബോധനം അനുസരിച്ച് ഹെസക്കിയ തന്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ഉറച്ചുനിന്നു? ഉത്തരം ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനുമായ ഏശയ്യാ പ്രവാചകന്റെ. ചോദ്യം 62. ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനുമായ ഏശയ്യാ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് ഹെസക്കിയ ആരുടെ മാർഗത്തിൽ ഉറച്ചുനിന്നു? ഉത്തരം തന്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ. ചോദ്യം 63. ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനുമായ ഏശയ്യാ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് ആര് തന്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ഉറച്ചുനിന്നു? ഉത്തരം ഹെസക്കിയ. അടുത്തതായി പ്രഭാഷകൻ 48-ാം അധ്യായം 23-ാം വാക്യത്തിലെ ചോദ്യങ്ങൾ. ചോദ്യം 64.
ആരുടെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു? ഉത്തരം ഹെസക്കിയായുടെ. ചോദ്യം 65. ഹെസക്കിയ വഴി ആരുടെ ആയുസ് ദീർഘിച്ചു? ഉത്തരം രാജാവിൻ്റെ. ചോദ്യം 66. ഹെസക്കിയ വഴി രാജാവിൻ്റെ ആയുസ് എന്തു ചെയ്തു? ഉത്തരം ദീർഘിച്ചു. ഇനി പറയാൻ പോകുന്ന പ്രഭാഷകൻ 48-ാം അധ്യായം 24-ാം വാക്യത്തിലെ ചോദ്യങ്ങളാണ്. ചോദ്യം 67. ആരുടെ ശക്തിയാലാണ് ഹെസക്കിയ അവസാന നാളുകൾ ദർശിച്ചത്? ഉത്തരം ആത്മാവിൻ്റെ ശക്തിയാൽ. ചോദ്യം 68. സിയോനിൽ ഹെസക്കിയ ആരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു? ഉത്തരം വിലപിക്കുന്നവരെ. അപ്പം നമുക്കിനി പ്രഭാഷകൻ 48-ാം അധ്യായം 25-ാം വാക്യത്തിലെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചോദ്യം 69. കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന എന്ത് സംഭവിക്കുന്നതിനു മുൻപ് അവൻ വെളിപ്പെടുത്തി? ഉത്തരം നിഗൂഢ കാര്യങ്ങൾ. ചോദ്യം 70. എന്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് അവൻ വെളിപ്പെടുത്തി? ഉത്തരം കാലത്തിൻ്റെ. ചോദ്യം 71. കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് ആര് വെളിപ്പെടുത്തി? ഉത്തരം ഹെസക്കിയ. ചോദ്യം 72. പ്രഭാഷകൻ 48-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 25. ചോദ്യം 73. പ്രഭാഷകൻ 48-ാം അധ്യായത്തിൽ എത്ര തലക്കെട്ടുകളുണ്ട്? ഉത്തരം 3. അവ ഏതൊക്കെ? 1 ഏലിയ, 2 എലീശ, 3 ഹെസക്കിയ ഏശയ്യ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരും വരെ ബൈ.